താനേതാ? ചോദിച്ചു കേട്ടില്ലേ? താനെന്തിനാ എന്റെ വണ്ടിയുടെ പുറകെ കയറിയിരിക്കുന്നത്? ഞാൻ നിന്റെ വണ്ടിയുടെ പുറകിലല്ല, നീ എന്റെ വണ്ടിയുടെ മുമ്പിലാ. അയ്യോ, ഇതെന്താ? കാമ്പടല്ലേ പോത്ത്? നിങ്ങളാരാ? കാലൻ. ഏത് കാലൻ? അങ്ങനെ തരംതിരിച്ചു പറയാൻ ലോകത്ത് ഒരുപാട് കാലന്മാരൊന്നുമില്ല. ആകെ ഒറ്റ കാലിനെ ഉള്ളത് ഞാനാ. നിങ്ങൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകണു? ചത്തവരുടെ ആത്മാക്കൾ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക്. അങ്ങോട്ട് എന്തിനാ എന്നെ കൊണ്ടുപോണേ? നീ എത്തുപോയോണ്ട് എന്താ വിശ്വാസം വരുന്നില്ലേ? ആ മോട്ടോർ ബൈക്ക് ഇവിടെ നടന്നപ്പോഴേ നീ എത്തുപോയി. ഇപ്പൊ നീ പപ്പനല്ല, പപ്പന്റെ ആത്മാവാ. ചിത്രഗുപ്തനായിരിക്കും കണക്ക് വെച്ചത്. ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അല്ല പ്രഭു, വല്യമംഗലത്തെ പത്മനാഭൻ എന്ന പപ്പൻ ഇവനല്ല. പത്മനാഭൻ എന്ന പപ്പൻ വാതരോഗിയാണ്. 62 വയസ്സുണ്ട്. അയാളാണ് ഇവന് വേറെ മരിക്കേണ്ടത്. പത്മനാഭൻ എന്ന പപ്പൻ ഞാനില്ല. എന്റെ പേര് പത്മകുമാർന്ന. പത്മകുമാർന്ന് പപ്പൻ. അതെ, അവിടെ മര്യാദയ്ക്ക് മിണ്ടാകുന്നാ മതി. പപ്പനാണോ കുമാരാണോ എന്നൊക്കെ ഞാൻ നോക്കോളാം. അത് നോക്കാത്തോണ്ടല്ലേ കുഴപ്പമൊക്കെ വന്നത്. അപ്പൊ എനിക്ക് തെറ്റിന്നാണോ ചിത്രഗുപ്തൻ പറയുന്നത്? അതാണ് സത്യം. ഭൂമിയിൽ നടന്ന അപകടം ചിത്രഗുപ്തൻ കണ്ടില്ലല്ലോ. ഇല്ല. അത് കണ്ട ഞാനല്ല ഏതൊരു വ്യക്തി വിചാരിക്കും ഇവൻ ക്ലോസ് ആയെന്ന്. അതുകൊണ്ടാവും മരിച്ചെന്ന് ഞാൻ കരുതിയത്. ഇപ്പൊ സംഗതി ആകെ അൽക്കുൽത്തായോ. ഈ പപ്പൻ ഇതുപോലൊരു അപകടത്തിൽപ്പെട്ടാണ് മരിക്കേണ്ടത്. അപകടത്തിൽപ്പെട്ട് മരിക്കുക എന്നത് ഇവന്റെ ഒരു വിധിയാണ്. ഇവന്റെ അച്ഛനും അമ്മയും ഇതുപോലൊരു റോഡ് അപകടത്തിലാണ് മരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ദുർവിധിയുടെ അവസാനത്തെ കന്യാണ് ഇവൻ. അതെ, പക്ഷേ ആയുസവൻ 7 ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് മരിക്കണ്ടല്ലേ, സാരമില്ല. എന്ത് സാരമില്ല? എടാ പപ്പ, ഒരാഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ, പോട്ടാ. എങ്ങോട്ട് പോട്ടെന്ന്? എന്റെ 7 ദിവസം എനിക്ക് നിസ്സാരമല്ല. എനിക്ക് ജീവിക്കണം. 7 നീ ചുമ്മാ ആയിരുന്നു ബഹളം വെക്കാതെ പപ്പ. ഞാൻ ബഹളം വെക്കും. ഇതെന്റെ ആയുസിന്റെ പ്രശ്നമാണ്. എനിക്ക് ഭൂമിയിൽ ജീവിക്കണം. 7 ദിവസം പപ്പനായിട്ട് ജീവിക്കണം. എനിക്കെന്റെ സെറീനെ കാണണം. ചേടാ, ഇത് വലിയ പുലിവാലായല്ലോ. പപ്പ, നിനക്ക് 7 ദിവസം സ്വർഗതുല്യമായി എല്ലാ സുഖസൗകര്യങ്ങളും കൂടി ഇവിടെ കഴിയാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. എനിക്കതൊന്നും അറിയണ്ട. എന്നെ ഭൂമിയിലേക്ക് തിരിച്ചയച്ചാൽ മതി. നീ പറയുന്നതൊക്കെ നിനക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അതിലുണ്ടൊരു പ്രശ്നം. ഇങ്ങനെ തൊടുതാൻ പിടിക്കുന്ന പ്രശ്നം കുഴപ്പമുണ്ടാക്കരുത്. അല്ല പ്രഭു, ആയുസത്താത്ത ഈ ആത്മാവിനെ ഇവിടെ നിർത്തുന്നത് നമ്മുടെ നിയമത്തിന് വിരുദ്ധ. തന്നെയുമല്ല, ഇവനിവിടെ നിർത്തിയാൽ ഇവൻ മറ്റാത്മാക്കളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. തീർച്ചയായും ശല്യം ചെയ്യും. ഒരു സംശയം വേണ്ട, ഞാൻ ശല്യം ചെയ്യും. അപ്പൊ നിനക്ക് ഭൂമിയിലേക്ക് പോകണം. പോണം. അവിടെ ചെന്നിട്ട് എന്തോ ചെയ്യാനാ? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എടാ കൊച്ചിനെ, നിന്റെ ശരീരം നശിച്ചുപോയി. നീ ആത്മാവ് മാത്രമാ. അതുകൊണ്ട് നീ ഇപ്പൊ അങ്ങോട്ടൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് പോയേ പറ്റൂ. എടാ പപ്പ, ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ നീ ഭൂമിയിലേക്ക് പോയി ഉടനെ തിരിച്ചു പോകണമെന്ന് തോന്നും. എന്നെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ടോ അതോ? സെറീന, സെറീന, ഇത് ഞാനാണ് സെറീന, പപ്പൻ. സെറീന, 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 നിക്ക് സെറീന, സെറീന, സെറീന. ഞാൻ റെഡി അല്ലേ? എത്ര നേരം ഇവിടെ കാണിക്കുന്നു? ഞാനും കൂടെ വേണമെന്ന്. ഇനി തർക്കിക്കാനൊന്നും നേരമില്ല. ഇപ്പോഴേ ലേറ്റ് ആയി. കമോൺ, ലെറ്റ്സ് ഗോ. പോകുന്ന വഴിക്ക് പപ്പനെ കൂടെ കൂട്ടിക്കൊണ്ടു പോവാം. വേണ്ട ഡാഡി, പപ്പനെ ഇപ്പൊ കാണണ്ട. പിന്നെ പിണങ്ങിയോ? പിണക്കൊന്നുമില്ല, ഞങ്ങൾ തമ്മിലൊരു വാശിയില്ല. നിങ്ങളുടെ ഒരു പിണക്കൊക്കെ ഞാൻ ഇപ്പൊ അവനെ കൂട്ടിക്കൊണ്ടു. വേണ്ട ഡാഡി, എന്നെ ഇനി കല്യാണപ്പന്തലിനെ കാണുന്ന പപ്പൻ പറഞ്ഞിരിക്കുന്നത്. അതുവരെ തമ്മിൽ കാണാതെ കഴിയണം. അത് നമുക്ക് ആലോചിക്കാം. എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് വന്നു ചിരിക്കുന്നോ? ചിരിക്കാൻ പിന്നെ എന്ത് ചെയ്യാനാ? എന്റെ പപ്പ നിന്നോട് ഞാൻ അന്നേരെ പറഞ്ഞില്ലേ, ഈ ഭൂമുഖത്ത് നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. നീ ഇപ്പൊ വെറും ആത്മാവ് മാത്രമാ. ശരീരമില്ലാത്തത്തോളം കാലം ഈ ഭൂമിയിൽ നിന്നെ ആർക്കും കാണാനോ കേൾക്കാനോ പറ്റില്ല. എങ്കിൽ എനിക്കൊരു ശരീരം തരണം. അതിനിപ്പോ ഞാനെന്തോ ചെയ്യാനോ? അവരെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? അതൊന്നും എനിക്കറിയണ്ട. എനിക്കൊരു ശരീരം വേണം. ആരും കേൾക്കാനോ കാണാനോ വയ്യാത്ത അവസ്ഥയിൽ എനിക്ക് കഴിയാൻ വയ്യ. നിങ്ങൾക്ക് പറ്റിയ അവസ്ഥത്തിന് ഇപ്പൊ ദുരിതം അനുഭവിക്കുന്ന ഈ ഞാനാ. നിന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം.
നിന്റെ ആയുഷുമായി മറ്റൊരു പപ്പൻ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. വല്യമംഗലത്ത് പപ്പനാവൻ എന്ന പപ്പൻ.